ഇത് സാറിന്റെ പീരീഡ് അല്ല. എന്റെ പീരീഡ് അല്ല. ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള എനിക്ക് എപ്പോ വേണമെങ്കിലും എന്റെ ക്ലാസ്സിൽ കേട്ടോ. നീ ആദ്യം സാറേ, ഇത് സാറിന്റെ പീരീഡ് അല്ല. എന്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഓക്കെ ആണല്ലോ. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ ഈ ക്ലാസ്സിലുള്ളവരും ഞാനും അറിയാത്ത ചില കലാപരിപാടികള് അത് നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് അറിയിപ്പിച്ചാലോ? എല്ലാം റെഡി അല്ലയോ മക്കളെ? വാ. പിന്നെ അറിയാവോ, നമ്മുടെ അപ്പുറത്തെ ക്ലാസ്സിലെ 10 BL ട്രിപ്പിന് പോയപ്പോഴേ വേറെ ബസ്സിൽ നിന്ന് നമ്മുടെ ബസ്സിലോട്ട് ഒരു അരമണിക്കൂർ നീ ഉണ്ടായിരുന്നു ഇല്ലയോ? ആ രാത്രി ആ ബസ്സിനകത്ത് മക്കൾ എന്തോ വേണ്ടേ? ആ രണ്ടുപേരെ നീ കാണിച്ചു തന്നാ മതി. വേറെ ഒന്നും ചെയ്യണം. ഓക്കെ, പറ. ഇവിടെ ഇരിക്കുന്ന ആരെയാ നീ കണ്ടേ? പിന്നെ 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. അപ്പം അടുത്ത ആളെ തിരക്കി പ്രശാന്ത് കുമാർ. തൽക്കാലം ഈ ക്ലാസ് ഞങ്ങളല്ല സാറേ. ആണല്ലേ? ഒന്നും അറിയത്തില്ല എങ്കിൽ ഞാൻ പറയുന്നു, ഈ ക്ലാസ്സിലെ സീക്രട്ട് ലവ് നിങ്ങൾ രണ്ടുപേരും. കൂട്ടുകാർ വരെ ഞെട്ടിപ്പോയി. പ്രശാന്തേ, നിന്റെ അച്ഛനത്ത് പ്രശാന്തേ, നിന്റെ അച്ഛൻ ഇവിടെ സാറല്ലോടാ? ഈ മോളെ, നിന്റെ അമ്മ ഇവിടുത്തെ ടീച്ചർ അല്ലയോടി? രാഹുലെ മോനെ, നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. നമ്മളെ പടനില സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബേക്കറിയില് കുളിയെ പറയണ്ടല്ലോ. അതുകൊണ്ട് വാവത്തി മോനെ അവിടെ മിണ്ടായിരി കേട്ടോ. പെതുക്കെ നിന്റെ കാര്യം ഞാൻ പൊക്കിക്കോളാം. ആദ്യമേ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിക്കോട്ടെ. പറ മോളെ. സാറേ, എടി എടി വാടി, എല്ലാരും എൻജോയ് ചെയ്യുന്നു. വാന്ന് എങ്ങോട്ട്? നിനക്ക് എന്താ പറ്റിയേ? എന്ത് പറ്റിയ കാര്യം പറ. ഇടി അങ്ങോട്ട് വാ, എൻജോയ് ചെയ്യാന്ന്. വേണ്ട. അതെന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഞാൻ ഇത് സ്റ്റോറി ഇടാൻ പോവാ. ക്ലാസ്സിൽ ആരും അറിയരുത്. എന്താ? വേണ്ട, രഹസ്യമായിട്ടിരുന്നാ മതി. ഓക്കെ. കേട്ടോ എല്ലാരും? ഒരു ട്രിപ്പ് കൊണ്ടുപോയപ്പം അതിന്റെ ഇടയ്ക്ക് നടന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആരും അറിയാതെ അതെ, കഴിഞ്ഞിട്ടില്ല. നാടകത്തിന് പോയായിരുന്നില്ലയോ? അതിന്റെ കൂടെ ഇങ്ങനെ പോരട്ടെ പറഞ്ഞോ. അയ്യോ, എടാ നീ എന്താ ഇവിടെ? എടീ, ഞാന് കലോത്സവത്തിന് നാടകത്തിനകത്തുണ്ട്. നീയോ? ആ. ഓ, അതിശയല്ലോ. എനിക്കതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ കലോത്സവത്തിനില്ലേ? അതുകൊണ്ട് ഞാനും. അല്ല, വൈകിട്ട് റിഹേഴ്സൽ കഴിഞ്ഞപ്പോഴേ ഞാൻ കൊണ്ടുവിടാം. അത് പിന്നെ ഒന്നുമില്ല, ഞാൻ കൊണ്ടുവിട്ടോളാം. ഗംഭീരം, അതിഗംഭീരം. എന്നാ പിന്നെ എക്സ്ട്രാ ക്ലാസ്സിന് വന്ന കഥയും കൂടെ അങ്ങ് പറ. ആരാ അത് പറയുന്നേ? എടാ, നീ എക്സ്ട്രാ ക്ലാസ്സിന് വന്നോ? ആ, നീ ഉള്ളപ്പം ഞാനങ്ങനെ വരാതിരിക്കുന്നു. എനിക്ക് വയ്യ. അതെ, ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോയത്. അയ്യോ, ക്ലാസ് കിട്ടിയതോ? സാറ് പിടിച്ചാലോ? ആളൊന്നും പിടിക്കത്തില്ല. നമ്മുടെ മമ്മൂട്ടിയുടെ പുതിയൊരു പടം വന്നിട്ട് ആളം കാവല്. ഓക്കെ അല്ലേ? വേറെ ആരോടും പറയില്ല കേട്ടോ. അപ്പം കഥകളൊക്കെ കേട്ട് ഫുൾ കഥയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്.
എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ എന്നോട് ഈ കള്ളം പറയുന്നത്? ശരിക്കും മോനെ, ശരിക്കും നിങ്ങൾ തമ്മിൽ പ്രേമമാണ്? ഇങ്ങോട്ട് മുഖത്തോട്ട് നോക്കടാ. അല്ല അല്ലെന്ന് എനിക്കറിയാം. പിന്നെ ആരെ സംരക്ഷിക്കാനാ ഇത്രയും നേരം എന്നോട് ഈ കള്ളക്കഥ പറഞ്ഞത്? എടി വാടി, എൻജോയ് ചെയ്യാന്ന്. എനിക്കൊരു മൂഡില്ലടാ. അല്ല, നീ വന്നപ്പോ തൊട്ടേ മൊത്തത്തിലൊരു ശോകമാണല്ലോ. കാര്യം എന്തുവാ? അതെ, അമ്മയ്ക്ക് ഒരാളുമായിട്ട് അടുപ്പമാ. ആര്? ഒരാള്. എനിക്ക് അയാളെ ഇഷ്ടമേ അല്ല. അയാളൊരു വൃത്തികെട്ടവനാ. അയാൾക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണോടാ. ആണല്ലേ പ്രശ്നം. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? നമുക്ക് ഒരുമിച്ച് പണി കൊടുക്കാം. എൻജോയ് ചെയ്യുന്നേ. ഓക്കെ അല്ലേ? ഇനി അയാൾ വരുമ്പം നീ ചായ ഇട്ട് കൊടുക്കണം. അയ്യോ, അയാൾ എന്റെ കയ്യിലൊക്കെ കയറി പിടിക്കൂടാ. എനിക്ക് വയ്യ. അത് ഈ സാധനം ഇട്ട് ചായ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മേലെ കൈ പിടിക്കാൻ പോലും കാണാം. സത്യം? ശരി. എടാ, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നടാ. അപ്പൊ നീ അത് ചെയ്തില്ലയോ? ഇല്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അയാള് വീട്ടിലോട്ട് വരും ഇന്ന്? അയാൾ എല്ലാ ദിവസവും വരും. അങ്ങനെ ആണെങ്കിൽ ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ? വിഷം വെച്ച് കൊല്ലാൻ അത്ര മണ്ടരാന്ന് നിങ്ങൾ രണ്ടുപേരും? എത്ര ശ്രമിച്ചാലും കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അതെന്താ മോളെ പറ്റാത്തെ? നമസ്കാരം സാറേ. സാറിന്റെ പേരിലൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എന്ത് കംപ്ലൈന്റ്? ആരുടെ? വേറെ ആരുടെ അല്ല, ഈ നിൽക്കുന്ന കൊച്ചിന്റെ. നീ എന്നെ അങ്ങ് അകത്താക്കി. മതി കിന്നടിച്ചതൊക്കെ, നടക്കാൻ കൂട്ട് നീ.